ഒരുപക്ഷെ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ദാസേട്ടൻ പോലും ഇത്രയധികം മതിപ്പ് നൽകുന്ന വളരെ വിരളം ഗായികമാരും ഗായകന്മാരുമാണുള്ളത്. ദാസേട്ടൻ്റെയൊക്കെ ഒരു സങ്കടം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത്. ഒരു തലമുറയുടെ അല്ലെങ്കിൽ അനേകം തലമുറകളുടെ വേദനയായി തുടങ്ങി ഇന്ന് ഭാരതത്തിലെ സംഗീതപ്രേമികളുടെ മലയാള ഭാഷയടക്കം ജാനകിയമ്മ ഏതൊക്കെ ഭാഷകളിൽ പാടിയിരുന്നോ ഒരുപക്ഷെ ആയമ്മയുടെ സംഗീതത്തിലൂടെ എല്ലാ ഭാഷകളെയും പ്രണയിക്കാൻ തുടങ്ങിയ ഒരു വലിയ സമൂഹത്തെ കണ്ണീരിൽ മുക്കിക്കൊണ്ടാണ് അമ്മ യാത്രയാവുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ, ആയമ്മയുടെ മകൻ പോയ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മൈസൂരിലേക്ക് പോകാൻ എന്തുകൊണ്ടോ ഒരവസരം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പം തോന്നുന്നത്. അത് പിന്നെ ഒരു മറവിയുടെ ഭാഗമായിട്ടോ തിരക്കിൻ്റെ ഭാഗമായിട്ടോ പോയി ഒന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ഇതേ വിഷമം ഞാൻ തമ്പിസാറിൻ്റെ ശ്രീമതിയും പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു ഇന്ന് കാലത്ത്. അങ്ങനെ ഒരുപാട് പേർക്ക് അമ്മയെ കാണണം, പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹവും അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നത്. വലിയ നഷ്ടം നമുക്ക് സംഗീത ലോകത്തിനുണ്ടായി എന്ന് ഞാൻ പറയില്ല, സമ്പുഷ്ടമാണ്. ഇപ്പോഴും ഈ കാലത്തിൻ്റെ സംഗീതം ആയമ്മയുടെ ഒരു ശബ്ദത്തിലും ശബ്ദ സൗകുമാര്യത്തിലും മാധുര്യത്തിലും ആയമ്മയുടെ റെൻഡിഷനിലെല്ലാം ഒരുപക്ഷെ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ദാസേട്ടൻ പോലും ഇത്രയധികം മതിപ്പ് നൽകുന്ന വളരെ വിരളം ഗായികമാരും ഗായകന്മാരുമാണുള്ളത്. ദാസേട്ടൻ്റെയൊക്കെ ഒരു സങ്കടം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത്. SPB വലിയ നഷ്ടമായിരുന്നു. ഇപ്പോൾ ജാനകിയമ്മ നമുക്കൊരു വലിയ പാരമ്പര്യത്തിൻ്റെ കണ്ണികളെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ മടിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം സമാധാനിക്കാം. എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ജാനകിയമ്മയുടെ ആത്മാവിനുണ്ടാവണം. ഭയങ്കര ഒരു ദൈവികമായ സാന്നിധ്യം കൂടിയായിരുന്നു. സ്പിരിച്വലി വളരെ ഔന്നത്യം പുലർത്തിയിരുന്ന ഒരു അമ്മയായിരുന്നു. സ്നേഹം മാത്രമെന്ന്, ആ സ്നേഹം മരിക്കാതെ നിലനിൽക്കുമെങ്കിൽ അമ്മയും നമ്മളോടൊപ്പം ആ സ്നേഹം സ്വീകരിക്കാൻ ഈ മണ്ണിലും വെണ്ണിലുമൊക്കെ ഉണ്ടാവും.